റുവാണ്ട എന്നൊരു ആഫ്രിക്കൻ രാജ്യത്തെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകർ ആദ്യമായിട്ട് കേൾക്കുന്നത് റുവാണ്ടയിലൂടെ ഈ കഴിഞ്ഞ വർഷം നടത്തിയ ഒരു സഞ്ചാരത്തിൻ്റെ ദൃശ്യങ്ങളിലൂടെയാണ്. ആഫ്രിക്കയിലെ ദരിദ്രമായൊരു രാജ്യം, വലിയ കൂട്ടക്കൊലകളെ തുടർന്ന് നാമാവശേഷമായി പോയിരുന്ന രാജ്യം, അവർ കഴിഞ്ഞ 25 വർഷം കൊണ്ട് എങ്ങനെ ലോകത്തിലെ ഏറ്റവും സുന്ദരമായൊരു നാടായി മാറി, ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്നൊരു നാടായി മാറി എന്നത് പ്രേക്ഷകർ അത്ഭുതത്തോടെയാണ് കണ്ടത്. റുവാണ്ടയിലെ ഈ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ച ഒരു മലയാളിയുണ്ട്, ശ്രീ NRR നമ്പ്യാർ. നമ്പ്യാർ സാറേ, നമസ്കാരം. നമസ്കാരം. ഏത് വർഷമാണ് റുവാണ്ടയിലേക്ക് ചെല്ലുന്നത്? ഞാൻ റുവാണ്ടയിൽ എത്തിച്ചേരുന്നത് 1998-ലാണ്. അപ്പോൾ അവിടുത്തെ കൂട്ടക്കൊലകളെല്ലാം നടക്കുന്നത് എനിക്ക് തോന്നുന്നത് 94-ലാണ് അല്ലേ? കൂട്ടക്കൊല കഴിഞ്ഞ് ഏതാണ്ട് 3-4 വർഷം കഴിയുമ്പോൾ സാർ അവിടെ എത്തുന്നുണ്ട്. അതായത് താങ്കൾ കൊച്ചിയിൽ വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തി വരികയായിരുന്നു. ആ കമ്പനി വലിയൊരു പ്രതിസന്ധിയിലാവുന്നു. താങ്കൾക്ക് നാട് വിട്ടു പോകേണ്ടി വരുന്നു. അങ്ങനെ താങ്കൾ താൻസാനിയയിലേക്ക്, ആഫ്രിക്കയിലെ താൻസാനിയയിലേക്ക് എത്തുന്നു. അവിടെ കുറച്ചു കാലം ജ്യേഷ്ഠനൊപ്പം ജീവിക്കുന്നു. പിന്നീട് NRR നമ്പ്യാർക്ക് അവിടെ നിന്ന്, താൻസാനിയയിൽ നിന്ന്, ജ്യേഷ്ഠൻ്റെ സംരക്ഷണയിൽ നിന്ന് തൊഴിൽ തേടി ഉഗാണ്ടയിലേക്ക് പോകേണ്ടി വരുന്നു. അവിടെ തൊഴിൽ ലഭിക്കാതെ റുവാണ്ടയിലേക്ക് പോകുന്നു. ഇങ്ങനെ ദുരിതപൂർണമായ ദീർഘമായൊരു യാത്രയുടെ കഥ കൂടിയാണ് ശ്രീ നമ്പ്യാർ നമ്മോട് പറയുന്നത്. ശരി, അങ്ങോട്ട് യാത്ര പുറപ്പെടുമ്പോൾ അത്യാവശ്യം പൈസയൊക്കെ ആയിട്ടാണോ കേരളത്തിൽ നിന്ന് പോകുന്നത്? പോകുമ്പോൾ എൻ്റെ ഒരു ട്രാവൽ ഹിസ്റ്റൊക്കെ ഒരു $6000 ഒരു ട്രാവൽ ഹിസ്റ്റൊക്കെ ഉണ്ട്. അതിന് മുമ്പ് എപ്പോഴും ട്രാവൽ ചെയ്തപ്പോൾ എടുത്തതിൻ്റെ ബാക്കിയിരുന്നത്, അല്ലാതെ വേറെ എൻ്റെ യാതൊരു കറൻസി വേറൊന്നുമില്ല. തനിച്ചാണ് പോകുന്നത്? ഫാമിലി ഇല്ല? ഫാമിലി ഉണ്ട്. ശരി. വൈഫും ഉണ്ട്, കുട്ടികളും ഉണ്ട്. എൻ്റെ കൂടെ 2 കുട്ടികളാണ്? 2 കുട്ടികൾ. ഞാൻ താൻസാനിയയിലേക്കാണ് പോണത്. ഈ താൻസാനിയയിൽ ചെന്നിട്ട് എന്താണ് അവിടെ ചെന്ന് ജോലിക്ക് വല്ല ശ്രമിക്കും? എൻ്റെ ചേട്ടൻ അന്ന് അവിടെ ഉണ്ട്. ചേട്ടൻ അന്ന് വേൾഡ് ബാങ്ക് പ്രൊജക്റ്റുകളിലൊക്കെ അഡ്വൈസറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ട് അതെല്ലാം കഴിഞ്ഞ് സ്വന്തമായിട്ടൊരു ബിസിനസ് അവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് സഹായങ്ങളൊക്കെ പുള്ളിക്ക് ചെയ്ത് കൊടുക്കുകയും 3-4 മാസം കഴിഞ്ഞ് ഞാൻ തീരുമാനിച്ചു താൻസാനിയയിൽ എനിക്ക് എന്താണെങ്കിലും തുടരാൻ പറ്റില്ല. ഞാൻ അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് എനിക്ക് ബോധ്യമായി. ഞാൻ വേറെ എവിടെയെങ്കിലും പോകാം, ഇന്ന സ്ഥലം എന്നില്ല, എങ്ങോട്ടെങ്കിലും ആഫ്രിക്കയിൽ എവിടെ ജോലിയുണ്ടോ അവിടെ അന്വേഷിച്ച് പോകാന്നുള്ളൊരു പോളിസി എടുത്തിട്ട് പോകാൻ തീരുമാനിച്ചു. ഭാര്യയും കുട്ടികളും അവിടെ തന്നെ നിർത്തിയിട്ട് തൽക്കാലം അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി ജോലി ശരിയാക്കി കഴിയുമ്പോൾ പിന്നെ അവരെ കൊണ്ടുപോയാൽ മതിയല്ലോ. ഞാൻ ഉഗാണ്ടയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഉഗാണ്ടയിലേക്ക് പോകാനായിട്ട് അപ്പോൾ അവിടെ ചെന്ന വഴിക്ക് എൻ്റെ കയ്യിലുണ്ട് $6000, ഏതാണ്ട് ഒരു $4000 ചിലവായി. അപ്പോൾ ഒരു $12,000 എൻ്റെ കയ്യിൽ ബാക്കിയുള്ളത്. അപ്പം എനിക്ക് പോകാൻ ഒന്നുകിൽ എനിക്ക് ഫ്ലൈറ്റിൽ പോവാം. ഫ്ലൈറ്റിൽ പോയി കഴിഞ്ഞാൽ $500-600 ടിക്കറ്റിന് തന്നെ വരും. അപ്പം അത് വേണ്ടാന്ന് വെച്ച് ഞാൻ ബസ്സിൽ ഇവിടുന്ന് മവാൻസ എന്ന് പറഞ്ഞ ടാൻസാനിയയുടെ ലേക്ക് വിക്ടോറിയയ്ക്ക് അടുത്തൊരു സ്ഥലമുണ്ട്, അങ്ങോട്ട് പോയി. അവിടെ പോയിട്ട് ലേക്ക് വിക്ടോറിയ ഒരു ചെറിയ ഒരു 14-15 പേരെ കയറുന്ന ചെറിയ സിംഗിൾ എൻജിൻ വിമാനമുണ്ട്. അതിനകത്ത് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ചെല്ലുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവിടുത്തെ റൺവേ എന്ന് പറഞ്ഞാൽ വെറും മൺപാതയാണ്, അല്ലാതെ ടാറിട്ടൊന്നുമല്ല. ഫ്ലൈറ്റ് ആദ്യം ഒന്നിങ്ങനെ താന്ന് പറന്ന് കഴിയുമ്പം അവിടെയുള്ള പശുക്കളും ബാക്കി എല്ലാത്തിനെയും ഓടിക്കണം. ഓടിച്ചിട്ട് തിരിച്ചു വന്നിട്ട് വേണം ലാൻഡ് ചെയ്യാനായിട്ട്. അത് വിമാനം തന്നെ വേണം, അതിന് വഴിയും കൂടെ ഒരുക്കാൻ. വിമാനം ആദ്യം പോയി അത് വഴി ഒരുക്കണം, എല്ലാം ഓടിക്കണം. ഓടിച്ചിട്ട് വേണം വിമാനം ഇറങ്ങാൻ. അതൊരു സ്വല്പം തെറ്റിക്കഴിഞ്ഞാൽ ലേക്ക് വിക്ടോറിയയിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട്. പിന്നീട് കുറച്ച് അന്നല്ല, അത് കഴിഞ്ഞിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. ലേക്ക് വിക്ടോറിയ പോയി കുറേ ആൾക്കാർ മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എൻ്റെ ഒരു കസിനുണ്ട്, ശിവദാസ് എന്ന് പറഞ്ഞ. ഈ ഉഗാണ്ടയിലല്ല, ഈ ബുക്കാബോ ടാൻസാനിയയുടെ ഒരു ബോർഡർ. അപ്പോൾ അവിടെ പോയി, അവിടെ ചില ജോലി സാധ്യതകളുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോയത്. പക്ഷെ അവിടെ പോയിട്ട് ഒരു 10 ദിവസം നിന്നിട്ട് ഒന്നും ശരിയായില്ല. അപ്പോൾ കമ്പാലയ്ക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു. അവിടുന്ന് വീണ്ടും ബസ്സിന് തന്നെ, അതും ഈ ഒരു 250 കിലോമീറ്ററോളം ഉണ്ട്. അത് മൺപാതകളാണ് അധികം. ഇടയ്ക്ക് എവിടെയെങ്കിലും ചിലപ്പോൾ കുറച്ച് ടാർ റോഡ് കാണുമെന്നുള്ളത്. ഇതിൽ കൂടെ യാത്ര ചെയ്ത് കമ്പാലയിലെത്തി കഴിഞ്ഞപ്പം ആദ്യത്തെ ദിവസം അവിടെ ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചു. അപ്പോൾ ചേട്ടൻ എനിക്കൊരു കോണ്ടാക്റ്റ് തന്നിട്ടുണ്ട്. എനിക്ക് ഉഗാണ്ടയിൽ ആരും പരിചയക്കാരില്ല. രാമേന്ദ്രൻ നാഗവള്ളി എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഒരു അടുത്ത സുഹൃത്ത്, അദ്ദേഹം ടാൻസാനിയയിലൊക്കെ ഉണ്ടായിരുന്ന. അദ്ദേഹം ഈ നാഗവള്ളി RS കുറുപ്പിൻ്റെ മൂത്ത മകനാണ്. വേണു നാഗവള്ളിയുടെ ചേട്ടനാണ്. അപ്പം അങ്ങേരെ അവിടെ നിന്ന് ജിഞ്ച എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. അത് ഉദ്ദേശം ഒരു 10-60 കിലോമീറ്റർ അവിടെ.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുക, പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മാളൊന്ന് അവിടെ കമ്പാലയിൽ തന്നെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ കുറച്ച് കൂട്ടുകാരികളെല്ലാം കൂടെ ചേർന്ന് അവിടെ ഒരു അപ്പാർട്ട്മെൻ്റ് എടുത്ത് വാടകയ്ക്ക് എടുത്ത് താമസിക്കുകയാണ്. അപ്പോൾ പെട്ടിയെല്ലാം അവിടെ കൊണ്ട് വെച്ചിട്ട് അത്യാവശ്യ സാധനങ്ങളെടുത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ താമസിക്കുന്ന സ്ഥലത്തേക്ക് ജിഞ്ച ലേക്ക്. ജിഞ്ച ലേക്ക് വിക്ടോറിയയുടെ സൈഡിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ അവിടെ കൊണ്ട് പെട്ടിയെല്ലാം വെച്ച് ഒരു ബ്രീഫ് കേസിനകത്ത് അത്യാവശ്യമുള്ള സാധനങ്ങളും ഏതാണ്ട് ഒരു $200-300 എൻ്റെ കയ്യിലുണ്ട്. ബാക്കിയുള്ളത് ഡോളറും ബാക്കി കുറേ വാല്യൂബിൾസും എല്ലാം കൂടെ ഇതിനകത്ത് എല്ലാം ലോക്ക് ചെയ്തൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഞാൻ അവിടെ പോയി കുറച്ചവിടെ അധികം കമ്പനികളൊന്നുമില്ല, കുറച്ച് കമ്പനികളേ ഉള്ളൂ. അവിടെ എല്ലാം കൊണ്ടുപോയി നമ്മുടെ CV എല്ലാം കൊടുത്തു നോക്കി, എന്നാലും ഒന്നും ശരിയാകുന്നുണ്ടായില്ല. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു ഞാൻ കമ്പാലയ്ക്ക് പോകുന്നുണ്ട്, ഇവിടെ എന്നെ രഘു എന്നാണ് അവർ വിളിക്കുന്നത്, രഘു കൂടെ വേണം ഒപ്പം പോരെ എന്ന് പറഞ്ഞ് എന്നെ കമ്പാലയ്ക്ക് പോയപ്പോൾ ഞാനിവിടെ ഒപ്പം പോയി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു പെട്ടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കിയേക്കാൻ പറഞ്ഞു. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ഹൗസ് ഗേൾ ഒരു 3-4 ദിവസമായിട്ട് വരുന്നില്ല, ഒന്നും പറയാതെ അപ്രത്യക്ഷമായതാ. അപ്പോൾ ഒന്നും നഷ്ടപ്പെട്ടതായിട്ട് അവർക്ക് കണ്ടുപിടിക്കാനും പറ്റിയിട്ടില്ല. പിന്നെ എൻ്റെ പെട്ടിക്കകത്തൊന്നും വല്ലതും കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ളതാണ് അവർക്ക് അറിയേണ്ടത്. ഞാൻ പെട്ടി തുറന്നു നോക്കി, എനിക്ക് ആദ്യമൊന്നും തോന്നിയില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച് ഞാനൊരു $2000 എൻ്റെ കുറേ ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെയൊക്കെയുള്ള കുറേ വാല്യുബിൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടി ചെറിയ പൗച്ചിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത് ഞാൻ പോയി തുറന്ന് ഇതെല്ലാം പരിശോധിച്ചപ്പോൾ ആ പൗച്ചില്ല. ഒന്നും ചെയ്യാനില്ല, പോയി കഴിഞ്ഞാൽ പോയി എന്നുള്ള അല്ലാതെ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല. പൈസ പോയ സമയത്ത് അന്ന് വരെ എൻ്റെ ചിന്താഗതി ആരെങ്കിലുമൊക്കെ വന്ന് എന്നെ സഹായിക്കും, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടും എന്നൊരു ധാരണയല്ല ഞാൻ എൻ്റെ മുമ്പോട്ട് പോകും. പൈസ പോയ വഴിക്ക് ഞാൻ വിളിച്ച് ചേട്ടനോട് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് എന്താ വേണ്ടതെന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. വൈഫിനെ അറിയിച്ചു, ടാൻസാനിയയിലുണ്ടല്ലോ. പക്ഷേ വേറെ ചില ആൾക്കാരുടെ ചില പരാമർശങ്ങൾ കാരണം ഞാൻ തീരുമാനിച്ചു ഞാൻ ആരോടും ഇനി പൈസ ചോദിക്കില്ല. പക്ഷെ അതുപോലുള്ള രീതിയിൽ എനിക്ക് തീരെ പറ്റാത്ത രീതിയിലുള്ള ചില പരാമർശങ്ങൾ ചില ഭാഗത്തുനിന്ന് വന്നപ്പോൾ അപ്പം ഞാൻ തീരുമാനിച്ചു എനിക്ക് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. എനിക്ക് രക്ഷപ്പെടാൻ ഞാൻ തന്നെ എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കുകയല്ലാതെ എനിക്കൊരു ഒരു വഴിയില്ല. ഈ സമയത്തൊക്കെ പ്രായം എത്രയാ? 43 വയസ്സാണ് എൻ്റെ പ്രായം. ഓക്കെ. കേരളത്തിൽ നല്ല എസ്റ്റാബ്ലിഷ് ആയി ബിസിനസ് കേരളത്തിൽ ഏറ്റവും നല്ല ബിൽഡറായിട്ട് നിൽക്കുന്ന സമയത്താണ് എല്ലാം നഷ്ടപ്പെട്ട ഒരാളായിട്ട് ഇപ്പോൾ പെട്ടെന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നത്. കമ്പാലയ്ക്ക് വന്നപ്പോൾ ഞാനൊരു ആരോ പറഞ്ഞു കേട്ടറിഞ്ഞൊരു ഗുജറാത്തിയുടെ ഒരു ലോഡ്ജുണ്ട്. അത് ഞാൻ ആദ്യം താമസിച്ച ഹോട്ടലിന് വളരെ അടുത്തുമാണ്. ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ട്, അതിനോട് വളരെ അടുത്താണിത്. അപ്പോൾ ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ദിവസത്തെ വാടക അവർ പറയുന്നത് $7. അപ്പോൾ ഒരു മാസത്തെ എന്ന് പറഞ്ഞാൽ $210 അന്നേരം തന്നെ പോവാണ്. അത് കൊടുത്താൽ പിന്നെ എൻ്റെ പൈസയൊന്നുമില്ല, എൻ്റെ കഷ്ടിച്ച് $300 ഉള്ളൂ. അവസാനം ഞാൻ അങ്ങനെ ഒരു കഥകളൊക്കെ പറഞ്ഞു, എനിക്ക് എന്നെ പോലെ പ്രശ്നത്തിലാണ്, എനിക്ക് എന്തെങ്കിലും കുറച്ച് തരാതെ എനിക്ക് നിവർത്തിയില്ല. പുള്ളി കുറേയൊക്കെ ആലോചിച്ചിട്ട് ബോസിനെയൊക്കെ വിളിച്ച് സംസാരിച്ചിട്ട് $5 ആക്കി തരാമെന്ന് പറഞ്ഞു. $5 ആക്കി തരാമെന്ന് പറഞ്ഞാലും എനിക്ക് മാർഗ്ഗമില്ല, എനിക്ക് $5 കൊണ്ട് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല, എൻ്റെ പൈസയില്ല. അപ്പം ഞാൻ വെറുതെ ഒരു സോഫ ഇട്ടിട്ടുണ്ട്, അതിനകത്ത് കയറി വെറുതെ ആകാശത്തേക്ക് പുറത്തേക്ക് നോക്കി വെറുതെ ഇരിക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ, പിന്നെ കുറച്ച് ഡിപ്രഷനും കൂടെ ഉണ്ടെന്ന് കൂട്ടിക്കോളും. അവസാനം കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇയാൾ എന്നെ വിളിച്ചു, നിങ്ങൾ വലിയൊരു പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണെന്നുള്ളത് എനിക്കറിയാം, ഞാനതുകൊണ്ട് ബോസിനോട് സംസാരിച്ചു. അപ്പോൾ ബോസ് പറഞ്ഞു $1 30 ദിവസത്തേക്ക് $30 കിട്ടിക്കഴിഞ്ഞാൽ $1 റൂം തന്നേക്കാൻ പറഞ്ഞു. എന്നിട്ട് അങ്ങനെ പറഞ്ഞത് ഇവിടെ അല്ല, ഞങ്ങൾക്ക് തന്നെ വേറൊരു ലോഡ്ജുണ്ട്, അത് ഈ ബസ് സ്റ്റാൻഡിന് മുമ്പിൽ തന്നെയാണ്, അവിടെ തരാം. അപ്പോൾ എന്നെ ഒരാൾ കൂട്ടി അവിടെ കൊണ്ടാക്കി. അത് ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, ഗ്രൗണ്ട് ഫ്ലോറൊക്കെ കടകളാണ്, ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ ഓഫീസാണ്, തേർഡ് ഫ്ലോറിലാണ് ഈ ലോഡ്ജ് മുറികളുള്ളത്. ഈ മുറി ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ ഏറ്റവും വീതി ഒരു ചെറിയ സിംഗിൾ കോട്ട് ഇടാവുന്ന വീതി, പിന്നെ സൈഡിൽ കൂടെ ഒരാൾക്ക് നടക്കാം. ആ മുറിക്കൊരു വേറൊരു വലിയ പ്രത്യേകത ഉണ്ടായിരുന്നു, അതിൻ്റെ മൂലയ്ക്ക് ഒരു കർട്ടൺ ഇട്ടിട്ട് ഒരു കമ്മോഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താ അതിൻ്റെ ഒരു ടോട്ടൽ സെറ്റപ്പ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ അവിടെ 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്,
അല്ലെ ഇത് ഈ 1 മണിക്കൂറിനാണ് $1 അവിടെ ചാർജ് ചെയ്യുന്നത്. ഓ അത് ശരി. അതെനിക്ക് ഒരു ദിവസത്തേക്ക് അവിടെ വരുന്ന ആൾക്കാർക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. 1 മണിക്കൂർ നേരം, അതായത് അതെ, അത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുമ്പിലെ ഒരു 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 പ്രത്യേക ജോയിൻ്റാണത് ഈ പർപ്പസിന്. പക്ഷേ ഞാൻ മുറിക്കകത്ത് കയറി വാലടച്ചിരിക്കുകയും പിന്നെ നമ്മുടെ മുറിക്കകത്ത് തന്നെയാണ് കർട്ടൻ ഇട്ടിട്ട് അപ്പുറം ടോയ്ലറ്റ് ഉണ്ട്. കുളിക്കണമെങ്കിൽ എനിക്ക് പുറത്തിറങ്ങാം, അവിടെ ഇതുണ്ട്. പിന്നെ ജോലി അന്വേഷിച്ച് തുടങ്ങി എന്ന് പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയൽ ഏരിയ ഒക്കെ ഏതാണ്ട് ഒരു 10-15 കിലോമീറ്റർ ദൂരെയാണ്. ഒന്ന് ടാക്സി ഒന്നും എടുത്ത് പോകാൻ എനിക്ക് സാധിക്കില്ല. ബസ്സിന് ഈ ചെറിയ മട്ടാട്ടു എന്ന് പറഞ്ഞ ചെറിയ ബസ്സുണ്ട്, 14 പേര് കയറുന്നത്. അതിനകത്തൊക്കെ തന്നെ ആദ്യം ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ അതും എനിക്ക് തോന്നി അതിനേക്കാളും ഞാൻ നടന്നു പോകുന്നതാണ്. അതും ഞാൻ എന്നും ഇതിനകത്തൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് ചിലവിനുള്ള പൈസ ഇല്ലല്ലോ. നടന്ന് ഒരു ഏരിയയിലേക്ക് അങ്ങ് പോവും, കുറേ സ്ഥലങ്ങളിൽ കയറും. എൻ്റെ കയ്യിൽ കുറേ CV ഒക്കെ ഞാൻ പ്രിൻ്റ് ചെയ്ത് നേരത്തെ ടാൻസാനിയയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്ത് നാട്ടിലെ എക്സ്പീരിയൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഞാനതിൻ്റെ ഓണറാണെന്ന് കാണിച്ചിട്ടില്ല, ഞാൻ എൻ്റെ ഒരു CEO ആണെന്നുള്ള മട്ടിലൊക്കെ കാണിച്ചിട്ടുള്ളൂ. എൻ്റെ CV കാണുമ്പോൾ തന്നെ ആൾക്കാരനെ വേണ്ടാന്ന് വയ്ക്കും. ക്വാളിഫിക്കേഷൻ കൂടി, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെറിയ ജോലി എവിടെയെങ്കിലും കിട്ടും. അതായത് എനിക്ക് ജോലി തരാനിരിക്കുന്ന എൻ്റെ ഫൈനാൻസ് മാനേജർ എന്ന് പറയുന്നത് എന്നെക്കാളും ക്വാളിഫിക്കേഷൻ കുറഞ്ഞ ആളാണ്. അപ്പം ഇങ്ങനെ ഒരാളെ എടുക്കാൻ അവർക്ക് താല്പര്യമില്ല. പല സ്ഥലങ്ങളിൽ ചെന്നാൽ അകത്ത് തന്നെ കയറ്റില്ല. സെക്യൂരിറ്റിയുടെ അടുത്ത് തന്നെ നമ്മൾ ഇതാക്കും. 1.5 മാസത്തോളം ഇത് തന്നെ ഈ പരിപാടി. അപ്പം പൈസ ഏതാണ്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വൈഫ് മഞ്ജു ശിവദാസിനോട് പറഞ്ഞു. ശിവദാസിൻ്റെ കമ്പനിയുടെ ഹെഡ് ഓഫീസ് എവിടെയാണ്? ശിവദാസിൻ്റെ കസിൻ. ഞാൻ ബുക്കാബോയിൽ കാണാൻ പോയല്ലോ. ഞാൻ ഡാർസലാമിൽ നിന്ന് ബുക്കാബോയിൽ ശിവദാസിൻ്റെ അടുത്തേക്കാണ് പോയത്. അവിടെ നിന്നാണ് ഞാൻ ഈ കമ്പാലയിലേക്ക് വരുന്നത്. കസിൻ ശിവദാസിനോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും ചേട്ടന് കുറച്ച് പൈസ അവിടെ അത്യാവശ്യം എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് ശിവദാസ് ഒരു $500 എനിക്കവിടെ എത്തിച്ചു തന്നു. അപ്പം തൽക്കാലത്തേക്കൊരു ഇതായി, എനിക്ക് പിടിച്ചു നിൽക്കാമെന്നുള്ള സ്ഥിതിയായി. എന്നാലും ഇത് എത്ര കാലം ഇങ്ങനെ നടക്കണം എന്നുള്ളത് എനിക്കറിയില്ല. പ്രതീക്ഷയ്ക്കുള്ള ഒരു വകയില്ല. അപ്പോൾ ആരോ പറഞ്ഞു റുവാണ്ടയ്ക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞപ്പം. ഈ കമ്പാലയിൽ നിന്ന് എത്ര ദൂരമുണ്ട് റുവാണ്ടയിലേക്ക്? കമ്പാലയിൽ നിന്ന് ഒരു 2000 കിലോമീറ്റർ ഉണ്ടാവും. ഫ്ലൈറ്റിന് പോവാം, 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ എടുക്കുള്ളൂ. പക്ഷേ ഫ്ലൈറ്റിന് പോകാൻ നമ്മുടെ പൈസ ഇല്ല. അവിടുന്ന് ബസ്സിന് പോവുകയാണെങ്കിൽ ഒരു $20, ഒരു വൺ സൈഡ് $20 വരും. പിന്നെ $60 വിസ ചാർജും വരും. അപ്പോൾ $100 വേണം എനിക്ക് അവിടെ പോയിട്ട് വരണമെങ്കിൽ. അവസാനം ഞാൻ ഈ ശിവദാസിൻ്റെ തന്നെ അവരുടെ ആ ഗ്രൂപ്പിൻ്റെ ഒരു കമ്പനി റുവാണ്ടയിലുണ്ട്. അപ്പോൾ അവരുടെ പ്രവാസികളായിട്ടുള്ള ജോലിക്കാരുണ്ട്, എക്സ്പാട്രിയേഷന് വേണ്ടിയിട്ടുള്ള വീടുണ്ട്. അവർ താമസിക്കുന്നത്. അപ്പോൾ അവിടെ എനിക്ക് താമസിക്കാമെന്ന് പറഞ്ഞവർ അവിടുത്തെ ഭക്ഷണം ഇവർ ഷെയർ ചെയ്താണ് കഴിക്കുന്നത്. അപ്പോൾ അവരതിൻ്റെ ഷെയർ എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊടുത്താൽ മതി. അപ്പോൾ വാടകയൊന്നും കൊടുക്കണ്ട. ഈ പ്രവാസികൾ ഏത് നാട്ടുകാരാണ് അവിടെ ഉള്ളത്? അവിടെ ഉള്ളത് മലയാളികളുണ്ടായിരുന്നു, കർണാടകക്കാരനുണ്ടായിരുന്നു, തമിഴനുണ്ടായിരുന്നു, ഇന്ത്യക്കാരായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഇതാണത്. അവരുടെ ഭക്ഷണമൊക്കെ. അതെവിടെയാണ്? റുവാണ്ടയിൽ എവിടെയാണ്? കിഗാലി. റുവാണ്ടയുടെ ക്യാപിറ്റൽ കിഗാലിയിൽ. അങ്ങോട്ട് തന്നെയാണ് പിന്നെ പോകുന്നത്? അങ്ങോട്ടാണ് പോണേ. അപ്പോൾ ഞാൻ വിസ എടുക്കാനായിട്ട് ചെന്നു. വിസ എടുക്കാൻ ചെന്നപ്പം അവിടെ ഒരു സായിപ്പ് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഈ സായിപ്പിനോട് വെറുതെ ഞങ്ങൾ താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോൾ സായിപ്പ് പറഞ്ഞു, ഞാൻ 3-4 ദിവസമായി ഇങ്ങനെ കയറി ഇറങ്ങി നടക്കാണ്, എനിക്ക് വിസ കിട്ടുന്നില്ല, ഇന്ന് അവർ പറയുന്ന നാളെ വാ, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് വാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനവിടെ ആപ്ലിക്കേഷനൊക്കെ എഴുതി കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു നാളെ വരാൻ പറഞ്ഞു, നാളെ 11 മണിക്ക് വന്നോളാൻ പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം 11 മണിക്ക് അവിടെ ചെല്ലുമ്പോൾ സായിപ്പ് അവിടെ ഇരിപ്പുണ്ട്, സായിപ്പിന് വിസ കിട്ടിയിട്ടില്ല. ഞാൻ ചെന്ന് 5 മിനിറ്റ് എനിക്ക് വിസ അടിച്ച് കൈ തന്നു. അപ്പോൾ എനിക്ക് ആദ്യം ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടാനേ പോകുന്നില്ല. സായിപ്പിന് വിസ കിട്ടാത്ത സ്ഥലത്ത് നമുക്ക് വിസ കിട്ടുന്നൊരു പ്രതീക്ഷയുടെ ആവശ്യമില്ല. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലത്തും പിന്നീടാണെങ്കിലും ഇപ്പോഴൊക്കെ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ സായിപ്പന്മാരെക്കാളും കൂടുതൽ ഇന്ത്യക്കാർക്ക് വാല്യൂ കിട്ടുന്ന ചുരുക്കം രാജ്യങ്ങളെ ലോകത്തുണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം യൂറോപ്യൻസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്നുള്ളത് അവർക്ക് തിരിച്ചറിയാം. അപ്പോൾ അവരൊരു സംശയദൃഷ്ടിയോടെ അവർ നോക്കുന്നതന്നെ. നമ്മളെക്കുറിച്ച് അങ്ങനെ ഒരു ചിന്ത അവർക്കില്ല. നമ്മളവരുടെ പൊളിറ്റിക്സിനകത്ത് ഇടപെടില്ല എന്നുള്ളവർക്കറിയാം, നമുക്ക് അങ്ങനെയുള്ള ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല എന്നുള്ളതറിയാം.
ഒരു പക്ഷേ റോഡിലൊക്കെ ആ കാലത്തൊക്കെ നമ്മളൊരു വണ്ടിക്ക് പോവാണ്, അവരൊരു വണ്ടിക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ അവരെ പോലീസ് തടഞ്ഞു നിർത്തും. നമ്മളെ കാണുമ്പോൾ പൊക്കോളം ഇന്ത്യക്കാരെ സാഹിബിനെ തടഞ്ഞു നിർത്തും. അപ്പോൾ അത്രയൊരു ഈ സമയത്താണ് വിസ കിട്ടി. ഞാൻ പിറ്റേ ദിവസം തന്നെ എൻ്റെ പെട്ടിയൊക്കെ എടുത്ത് ലോഡ്ജിൽ ഇവിടെ കൊണ്ട് ചങ്ങരോട് പറഞ്ഞു. മാനേജറുമായിട്ട് അന്നേരത്തേക്ക് എനിക്കൊരു നല്ലൊരു അടുപ്പമായി. ചങ്ങർക്കും മനസ്സിലായി ഞാൻ ആകപ്പാടെ പെട്ടിയിരിക്കുന്ന ഒരാളാണെന്നുള്ളത്. ഏതാണ്ട് എൻ്റെയൊക്കെ തന്നെ പ്രായമുള്ള ഒരാളാണ്. അവിടെ പെട്ടിയൊക്കെ വെച്ചോളാൻ പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ കാലത്തെ വെളുപ്പിന് 5 മണിക്കോ 6 മണിക്കോ കണ്ട ബസ് അതേ കയറി റുവാണ്ടയിലേക്ക് കിഗാലി ചെന്നു. അപ്പോൾ ഈ റുവാക്കോഫിൽ തന്നെ പെരുമ്പാവൂരുള്ള ഒരു രാജേഷ് ഉണ്ട്. അങ്ങേര് എന്നെ അവിടെ വന്ന് ഞാൻ ബസ് ഇറങ്ങിയപ്പോൾ അവിടെ വന്ന് അങ്ങേര് വണ്ടിയും കൊണ്ടുവന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി അവരുടെ ഇതിൽ താമസിച്ചു. അത് ഈ കസിൻ്റെ ബന്ധത്തിൽ വന്നതാണോ ഇയാൾ? കസിൻ്റെ ബന്ധത്തിൽ തന്നെ വന്നിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ അയാൾ വന്ന് എവിടേക്കാണ് പിന്നെ പോകണം? ഞാൻ ഇവരുടെ താമസ സ്ഥലത്തേക്ക് പോയി. എന്നിട്ട് എല്ലാ ദിവസവും കാലത്തെ എന്നെ ഇദ്ദേഹം എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് വിടും. ഓരോ സ്ഥാപനങ്ങളിൽ കയറി ഇറങ്ങുകയാണ്? ഞാൻ കയറി ഇറങ്ങാല്ല, മറ്റു മാർഗ്ഗമൊന്നുമില്ല. അങ്ങനെ പറയും ഇന്ന സ്ഥലത്ത് പോയാൽ ഇന്ന സ്ഥലം, അങ്ങനെ ഒരു ഡയറക്ഷനൊക്കെ എനിക്ക് തരും. അത് പ്രകാരം എന്നെ എവിടെയെങ്കിലും കൊണ്ട് വിടും. ഞാനിങ്ങനെ എല്ലായിടവും നടന്ന് മിക്കവാറും തിരിച്ച് വരും. അവിടെ തന്നെ ഓണററി കോൺസുലേറ്റായിട്ട് വർക്ക് ചെയ്യുന്നൊരു മലയാളിയുണ്ട്. ഈ ഓണററി കോൺസുലേറ്റിനെ കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് നോക്കാം, വേറെ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് രാജേഷിനെ അറിയിച്ചോളാന്ന് പറഞ്ഞു. ഞാനൊരു 10 ദിവസത്തോളം നിന്നു. പിന്നെ നമുക്കങ്ങനെ നിൽക്കുന്നതിനൊരു ഇതുണ്ടല്ലോ. ഞാൻ തിരിച്ച് ഉഗാണ്ടയിലേക്ക് തന്നെ വന്നു. ഉഗാണ്ടയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ കയ്യിലുള്ള പൈസ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ശിവദാസിൻ്റെ ഒരു അങ്കിളുണ്ട്, രവി അങ്കിൾ എന്നാണ് ശിവദാസ് വിളിക്കുന്നത്. അങ്ങേർക്ക് അവിടെ അത്ര വലിയ കസിൻ അങ്ങേര് ഇടയ്ക്ക് എന്നെ വന്ന് കാണും. അപ്പോൾ അങ്ങേർക്ക് ഇവിടെ വന്ന് കാണുമ്പോൾ അറിയാമല്ലോ എൻ്റെ സ്ഥിതി എന്താണെന്നുള്ള അങ്ങേർക്ക് വളരെ വ്യക്തമായിട്ട് എന്നെക്കുറിച്ചൊരു ധാരണയുണ്ട്. അങ്ങേര് പറഞ്ഞു ഞാനൊരു സ്ഥലത്ത് കൊണ്ട് പരിചയപ്പെടുത്താം. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ഒരു നേരെ ഭക്ഷണമുള്ളൂ. അപ്പോൾ ഒരു ഗുജറാത്തി മെസ്സിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തി. അപ്പോൾ അവിടെ വിലയും വളരെ കുറവാണ്. അങ്ങനെ ഇരിക്കുമ്പം റുവാണ്ടയിൽ നിന്ന് ഇത് വന്നു. അവിടെ ഒരു ജോലി സാധ്യതയുണ്ട്. രാജേഷാണോ വിളിക്കുന്നത്? രാജേഷ് വിളിച്ച്. അപ്പോൾ ഞാൻ ഉടനെ വീണ്ടും പാക്ക് ചെയ്ത് വീണ്ടും റുവാണ്ടയ്ക്ക് പോയി. റുവാണ്ടയിൽ പോയി അവിടെ ഒരു റുവാണ്ട പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ പോയി കാണാൻ വിനോദ് സാറ് രാജേഷിനോട് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. അപ്പോൾ അങ്ങനെ എന്നെ കൂട്ടിക്കൊണ്ട് അവരുടെ കമ്പനിയിലൊക്കെ കൊണ്ടുപോയി. അപ്പം മെഷീനറിയൊക്കെ ഇൻസ്റ്റലേഷനൊക്കെ നടക്കുന്നേ ഉള്ളൂ, എന്നെ അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് കാര്യമില്ല. ഞാൻ തിരിച്ച് വീണ്ടും ഉഗാണ്ടയിലേക്ക് തന്നെ കമ്പാലയിൽ തന്നെ നമ്മുടെ ആ സംഘത്തിൽ തന്നെ താമസമായി. അപ്പോഴത്തേക്കും എൻ്റെ പൈസ പിന്നെയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു നേരത്തെ ഭക്ഷണം പോലും എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായി. ആരോടും പൈസ ചോദിച്ചാൽ തരാനും ആരുമില്ല, അത് അടുത്ത ഇഷ്യൂ. എന്നാലും ചോദിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ എനിക്കില്ല. അന്ന് ആ കാലത്ത് അവിടെ കിട്ടുന്നൊരു ബിസ്ക്കറ്റ് ഉണ്ട്, ഒരു ഇത്രയും സൈസുള്ള ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്. അതിനകത്ത് 12 ബിസ്ക്കറ്റാണ് ഉള്ളത്. അത് തന്നെ 3 എണ്ണം 4 എണ്ണം 5 എണ്ണം എന്നൊക്കെ പറഞ്ഞ് കാലത്ത് ഉച്ചയ്ക്കും വൈകിട്ട് അങ്ങനെ ഞാൻ 1 മാസം കൂടെ കഴിച്ചു കൂട്ടി. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു $10-15 ആ സമയത്ത് ബാക്കിയുള്ളൂ. ഈ സമയത്ത് ഒരു ദിവസം വീണ്ടും റുവാണ്ടയിൽ നിന്ന് കോൾ വന്നു, ഇങ്ങനെ ഒരു ജോലി ശരിയായിട്ടുണ്ട്, വേഗം വരണം എന്നുള്ളത്. അപ്പം അന്ന് തന്നെ ഈ രവിയങ്കിൾ എന്നെ വിളിച്ചു. അപ്പോൾ രവിയങ്കിൾ എന്താ ഈ ജോലി റുവാണ്ടയിലൊക്കെ പോയിട്ടൊന്നും ശരിയായില്ല, എന്തുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു റുവാണ്ടയിൽ ജോലി ശരിയായി എന്ന് പറയുന്നുണ്ട്, പക്ഷേ അപ്പോൾ എപ്പോഴാണ് പോകണമെന്ന് ചോദിച്ചാൽ പോകുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല, പോകണം. അപ്പം ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഇങ്ങനെ വൈകുന്നേരം ആയപ്പോൾ അവിടെ വന്നു. ഏതായാലും പോവല്ലേ, നമുക്ക് പുറത്ത് പോയി എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് പോയി ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ പോയി എന്താ പറയുക വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. കുറച്ച് കാലത്തിന് ശേഷം തിരിച്ചു വന്നപ്പം ഈ ലോഡ്ജിൻ്റെ താഴെ വന്നപ്പം പുള്ളി പറഞ്ഞു ഞാൻ മുകളിലേക്ക് വരുന്നില്ല, ഞാൻ പോവാണ്, ഒരു $100 എടുത്തിട്ട് എനിക്ക് തന്നു. എന്നിട്ട് പറഞ്ഞു ഇത് കൈവച്ചോ രഘുവിന്, പൈസക്കൊക്കെ ബുദ്ധിമുട്ടാണല്ലോ, അവിടെ ഞാൻ ജോലിയൊക്കെ ശരിയായി കഴിയുമ്പം തന്നാൽ മതി. അദ്ദേഹത്തിന് അന്ന് എന്താ അത്ര വലിയ ശമ്പളമൊന്നുമില്ല, വളരെ കുറച്ച് ശമ്പളമേ ഉള്ളൂ. അതിനകത്തുനിന്ന് ഞാൻ ചോദിക്കാതെ തന്നെ എനിക്ക് $100 എടുത്ത് തരിക ചെയ്തത്. ഈ $100 എനിക്ക് തന്നില്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റില്ല, എൻ്റെ കയ്യിൽ പോകാൻ പണമില്ല.
ഈ പൈസ കൊണ്ട് പിറ്റേ ദിവസം കാലത്ത് ഞാൻ വണ്ടിയൊക്കെ പിടിച്ച് കിഗാലിലെത്തി. കിഗാലിലെത്തി കഴിഞ്ഞപ്പം ഈ പറഞ്ഞ റുവാണ്ട പ്ലാസ്റ്റിക്കിൽ നിന്നാണ് ജോലിക്ക് വിളിച്ചിരിക്കുന്നത്. ഒരു ബുധനാഴ്ച ദിവസമാണ് അവിടെ ചെല്ലുന്നത്. റുവാണ്ട പ്ലാസ്റ്റിക്സിൻ്റെ ചെയർമാൻ. പക്ഷേ ആ നാട്ടുകാരനാണോ? ആ നാട്ടുകാരനാണ്. അങ്ങേർക്ക് മറ്റ് ബിസിനസ്സുകളൊക്കെ ഉണ്ട്. ഇത് ഇവർ 3-4 പേര് ചേർന്ന് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് റുവാണ്ട പ്ലാസ്റ്റിക്. 3-4 ബിസിനസ്സുകാർ ചേർന്ന് ജനസൈഡൊക്കെ കഴിഞ്ഞിട്ട് ഇവരെല്ലാം അങ്ങനെ പല ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന സ്ഥലമാണ്. ഈ സമയമായപ്പം 98 വർഷം അല്ലേ? 98. ഈ പ്രാവശ്യം ചെന്ന് കഴിഞ്ഞപ്പം അങ്ങേര് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, നീ അടുത്ത ബുധനാഴ്ച വാ. അങ്ങേരുടെ ഇംഗ്ലീഷിൽ എന്നോട് പറഞ്ഞു. ഞാൻ തിരിച്ചുപോയി. തിരിച്ച് ഉഗാണ്ടയ്ക്കാണോ? അല്ലല്ല, ഞാൻ ഇവിടെ തന്നെ താമസിക്കുക. എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ടല്ലോ. അടുത്ത ബുധനാഴ്ച വീണ്ടും ചെന്നു. അപ്പോഴും പുള്ളി എന്തൊക്കെയോ പറഞ്ഞിട്ട് നീ അടുത്ത ബുധനാഴ്ച വരാൻ പറഞ്ഞു. അടുത്ത ബുധനാഴ്ച ചെന്നപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി, എനിക്ക് എന്നാൽ എൻ്റെ പൈസ ഇല്ല. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ $100 എനിക്ക് ഇവിടെ ഷെയറെങ്കിലും കൊടുക്കണ്ടേ, തിരിച്ചു പോകണമെങ്കിൽ അതിനും പൈസ വേണമല്ലോ. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇതുപോലെ എൻ്റെ പൈസയെല്ലാം ഉഗാണ്ടയിൽ വെച്ച് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയായിരുന്നു. അതുകൊണ്ട് എൻ്റെ സാമ്പത്തികം വളരെ മോശമാണ്. നിങ്ങൾ സാലറി അഡ്വാൻസ് ആയിട്ട് എനിക്കൊരു $100 തരണം. അത് ഞാൻ ആദ്യത്തെ സാലറിയിൽ തന്നെ നിങ്ങൾ ഡിറക്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. പുള്ളി കുറച്ച് നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് $100 ഈക്വലായിട്ടുള്ള ലോക്കൽ കറൻസി തരാം. അത് സാലറിയിലൊന്നും അഡ്ജസ്റ്റ് ചെയ്യണ്ട, നീ തന്നെ എനിക്ക് തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. വെച്ചാൽ അങ്ങേർക്കറിയാം അങ്ങേരെ എനിക്ക് ജോലി തരാൻ പോകണില്ല എന്നുള്ളത്. എനിക്കറിയില്ല അങ്ങേര് ജോലി തരാൻ പോകണില്ല എന്ന്. അതുകൊണ്ടാണ് സാലറിയിൽ അഡ്ജസ്റ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ $100 തന്നു. ഞാൻ തിരിച്ചുപോയി. പിന്നെ 1-2 ആഴ്ച കൂടെ ഇതുപോലെ തന്നെ നടത്തി. അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ കാലത്ത് വീട്ടിലിരിക്കുമ്പം ഇങ്ങേരുടെ വണ്ടി, ഒരു ബെൻസിൻ്റെ ലേറ്റസ്റ്റ് SUV അവിടെ ഡ്രൈവർ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ബോസ് പറഞ്ഞു വേഗം വരാൻ പറഞ്ഞിട്ടുണ്ട് ബോസിനെ കാണാനായിട്ട്. അപ്പോൾ എന്നെ അവിടുന്ന് വിളിച്ച് ഇങ്ങേരുടെ ഓഫീസിൽ കൊണ്ടുപോയി. ഓഫീസിൽ കൊണ്ടുപോയപ്പോൾ അങ്ങേര് പറഞ്ഞു, ഞങ്ങൾ ഡയറക്റ്റ് ബോർഡ് എല്ലാം കൂടെ ഒരു തീരുമാനം എടുത്തു, നമുക്കിതെല്ലാം കഴിയണമെങ്കിൽ 6 മാസം എടുക്കും. അപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടേ ഒരു അപ്പോയിൻമെൻറ്റ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ വെറുതെ നമ്മൾ 6 മാസം ശമ്പളം കൊടുക്കണം. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്ത് നീ കമ്പാലയ്ക്ക് തന്നെ തിരിച്ചു പൊക്കോ, 6 മാസം കഴിഞ്ഞ് തീരാറാകുമ്പോൾ നീ വന്നാൽ മതി. ഇതാണ് അങ്ങേരുടെ മെസ്സേജ്. അത് കഴിഞ്ഞിട്ട് അങ്ങേര് പറഞ്ഞു, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്, നീ അങ്ങേരെ കണ്ട് അങ്ങേർക്കൊരാളെ ആവശ്യമുണ്ട്, നിനക്ക് ജോലി കിട്ടുകയാണെങ്കിൽ നിനക്ക് ജോയിൻ ചെയ്യാം, ഇല്ലെങ്കിൽ നീ തിരിച്ചു പോക്കൂ, അങ്ങേർക്ക് എനിക്ക് ഗ്യാരണ്ടി ഒന്നുമില്ല. അപ്പോൾ ഈ വണ്ടിയെ തന്നെ എന്നെ അങ്ങേരുടെ വീട്ടിൽ കൊണ്ട് വിട്ടു. അതൊരു വലിയ കൊട്ടാരം പോലത്തെ വീട്, അതിൻ്റെ ഒരു ഔട്ട് ഹൗസിലാണ് അങ്ങേരുടെ ഓഫീസല്ല. അപ്പോൾ എന്നോട് അവിടെ ഒരു വരാന്തയിൽ ഇരുന്നോളാൻ പറഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞൊരു 1.5 മണിക്കൂറോളം ഞാൻ അവിടെ ഇരുന്നു. എന്ന് കഴിഞ്ഞപ്പോൾ ഒരാൾ ഒരു ടീഷർട്ടൊക്കെ ഇട്ട്, ഞാൻ അവിടുത്തെ ജോലിക്കാരനാണെന്നാണ് വിചാരിച്ചത്. ഇങ്ങേര് വന്നു. ഇങ്ങേര് അകത്തേക്ക് കയറി പോയപ്പോൾ എന്നോടും വരാൻ പറഞ്ഞു. അകത്ത് ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങേര് തന്നെയാണ് ഈ ബോസ് എന്നുള്ളത്. അങ്ങേര് എന്നോട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങേർക്ക് വേഗം കാര്യങ്ങൾ മനസ്സിലാവുന്ന ആളാണ്. കുറച്ച് 1 അരമണിക്കൂർ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് എന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ജോലിക്കെടുത്തു. ജോലിക്കെടുത്തപ്പോൾ 2-3 കണ്ടീഷൻസ് ഉണ്ട് അയാൾക്ക്. ഒന്ന്, നിനക്ക് $1000 ശമ്പളം തരുള്ളൂ. അന്നത്തെ കാലത്ത് വേണമെങ്കിൽ എനിക്കൊരു $3000-$3500 എനിക്ക് ശമ്പളം കിട്ടാം അവിടുത്തെ സാഹചര്യങ്ങളനുസരിച്ച്. പിന്നെ ഒരു $100 ഈക്വലൻ്റ് ആയിട്ട് ലോക്കൽ അലവൻസും കിട്ടും മാസം. അത് ആഫ്രിക്കയിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് പല സ്ഥലത്തും. താമസിക്കാൻ കമ്പനിക്കകത്ത് തന്നെ ഒരു വീട് തരും. ഇത്രയും കണ്ടീഷൻസൊക്കെ വെച്ചു. എന്നിട്ട് അങ്ങേര് എൻ്റെ അടുത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു, നിന്നെ കംപ്ലീറ്റ് ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്. ഇങ്ങേരെ കമ്പനിയുടെ ചെയർമാനാണ്. മറ്റ് 3-4 ഡയറക്ടേഴ്സ് ഉണ്ട്. ഈ കമ്പനി ഒരു 30 വർഷം പഴക്കമുള്ള കമ്പനിയാണ്. ഇവരെന്താ കമ്പനി? ഈ കമ്പനി അവിടെ ഒരു ചെറിയ ഡിസ്റ്റിലറി ഉണ്ട്. ആ ഡിസ്റ്റിലറി ഉപയോഗിച്ച് ബനാന ലിക്കർ എന്ന് പറഞ്ഞ ഒരു ലിക്കർ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പല ടൈപ്പ് വൈനുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഫ്രഞ്ച് വൈൻ്റെ ഒക്കെ ക്വാളിറ്റികൾ എല്ലാം ബനാന പ്രൊഡക്റ്റുകളാണ്. പിന്നെ അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ലിറ്ററിൻ്റെ ക്യാനിൽ വിൽക്കുന്ന കള്ള് പോലത്തെ സാധനം. ഏതാണ്ട് രുചിയും കൊണ്ട് കള്ള് പോലെ തന്നെ ഇരിക്കും, ടേസ്റ്റ് കൊണ്ടും കള്ള് പോലെ തന്നെ ഇരിക്കും. അത് വില കുറഞ്ഞ മദ്യമാണ്. അത് വില കുറഞ്ഞ മദ്യമാണ്. അത് നമ്മുടെ കള്ള് വിൽക്കുന്ന പോലെ ഏറ്റവും വില കുറഞ്ഞ് വിൽക്കുന്ന സാധനം. എല്ലാം ബനാനയിൽ നിന്നുണ്ടാക്കുന്നതാണോ? എല്ലാം ബനാനയാണ്. ഈ അവിടത്തെ ഒരു സ്റ്റേപ്പിൾ ഫുഡായിരുന്നു ഒരു കാലത്ത് ബനാന. അത് പുഴുങ്ങി ചതച്ച് കഴിക്കുക അല്ലേ? അത് പുഴുങ്ങി വേവിച്ച് കഴിക്കുന്നത്.
അപ്പോൾ അതിനകത്ത് തന്നെ ഒരു പ്രത്യേക കാറ്റഗറി ബനാന ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ബനാന കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിൻപുറത്തൊക്കെയുള്ള കർഷകർക്ക് വലിയ ഗുണം ചെയ്യുമെന്നുള്ള മട്ടിൽ ഉണ്ടാക്കിയ കമ്പനിയാണ് ഗുണം ചെയ്തിട്ടുണ്ടത്. ഓക്കെ. ഇത് ഇവരെല്ലാം കൂടെ ഏറ്റെടുത്ത് റിനോവേറ്റ് ചെയ്ത്, റിനോവേഷൻ മുഴുവൻ ആയിട്ടില്ല, ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റിനോവേഷൻ്റെ കുറേ ഉത്തരവാദിത്തങ്ങൾ തന്നെ ഏൽപ്പിച്ചിരുന്നു. ഇങ്ങനെ തന്നെ കൂട്ടിക്കൊണ്ട് കമ്പനി പോയി. കമ്പനി പോയി കഴിഞ്ഞപ്പം ഒരു വലിയ കോമ്പൗണ്ടിനകത്താണ് കമ്പനി. പക്ഷെ മുഴുവൻ ഈ ഭിത്തി മുഴുവനും ഈ ബുള്ളറ്റിൻ്റെ ഇതാണ്, പാടുകളാണ്. ഈ ആഭ്യന്തര യുദ്ധത്തിലെ അതിനകത്തുണ്ടായ എല്ലാം തകർന്നു അല്ലേ? എല്ലാം ഒരുവിധം തകർന്നതായിട്ടിരിക്കുകയാണ്. ഓഫീസിനകത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് സ്റ്റീലിൻ്റെ ഇതിനകത്തൊക്കെ കുഷനൊക്കെ ഇല്ലാതെ, അല്ല ഒരു കൈയില്ലാത്ത കസേരകളും, അങ്ങനെ ആകപ്പാടെ ഒരു തകർന്നടിഞ്ഞ ഒരു കമ്പനി പോലത്തെ കമ്പനിയാണ്. എന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. ഞാൻ അവിടെ ജോലിക്ക് ജോയിൻ ചെയ്തു. ഇന്ന റിനോവേഷനൊക്കെയാണ് ചെയ്യേണ്ടത്, അതിന് ഇത്ര രൂപയാണ് ബഡ്ജറ്റ്, എല്ലാം നിൻ്റെ ഉത്തരവാദിത്തമാണ്, എല്ലാ മാസവും ശമ്പളം എടുത്തോണം, ഈ 1-2 അല്ല കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് ശമ്പളം കിട്ടിയില്ല എടുത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ തരില്ല. ഈ 2 മാസത്തേക്ക് എനിക്ക് ശമ്പളം കിട്ടി. 2 മാസം കഴിഞ്ഞ് റിനോവേഷനൊക്കെ കഴിഞ്ഞ് എൻ്റെ ശമ്പളം എടുക്കാൻ പൈസയില്ല. ഞാൻ ഒറ്റ എക്സ്പാട്രിയേറ്റേ ഉള്ളൂ. അപ്പോൾ എനിക്കാണ് ഏറ്റവും കൂടുതൽ ശമ്പളം വരേണ്ടത്. $1000 എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ശമ്പളം. അതെനിക്ക് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെ അത് ഞാൻ എടുത്തു കഴിഞ്ഞാൽ, തരികയല്ല, ഞാൻ എടുക്കുകയാണല്ലോ ചെയ്യുന്നത്. എടുത്തു കഴിഞ്ഞാൽ കമ്പനി മുമ്പോട്ട് പോവില്ല. അപ്പോൾ അതെടുക്കാതായി. അപ്പോൾ 2 മാസം കഴിഞ്ഞിട്ട് ഇദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് വരുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ അംബാനിക്ക് പോലും പ്രൈവറ്റ് ജെറ്റ് ഇല്ല. ഇങ്ങനെ അവിടുന്ന് വരുന്നത് സ്വന്തം പ്രൈവറ്റ് ജെറ്റിലാണ് വരുന്നത്. ആഫ്രിക്കയിലെ ഇപ്പം ഇല്ല, മരിച്ചുപോയി, ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളാണ്. ഹുട്ടു ഗോത്രക്കാര് ടുട്സി ഗോത്രക്കാരായ 12 ലക്ഷത്തോളം പേരെ കൊന്നൊടുക്കിയിരിക്കുന്നു. തല ഇവിടുന്ന് വെട്ടിയിട്ട് പൊളന്നിട്ടുണ്ട്. ഇവിടെ ഒരു വെട്ടുണ്ട്. ഈ പാങ്ക എന്ന് പറഞ്ഞ നല്ല നീളത്തിലുള്ളൊരു വാളുണ്ട്. ഇത് വെച്ചിട്ടാണ് ഈ ആൾക്കാരെ കൊല്ലുന്നത്. വെട്ടിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇത്ര മില്യണെന്ന് ഏതാണ്ടുണ്ട്. അത്രയും കൊടുത്തു കഴിഞ്ഞാൽ വെട്ടിക്കൊല്ലുന്നതിന് പകരം വെടിവെച്ച് കൊല്ലും. അതൊരു കംഫർട്ടാണ് അല്ലേ? ലക്ഷറിയാണ്. അല്ലെങ്കിൽ വെട്ടിയിട്ടിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 ദിവസം കൊണ്ട് മരിക്കുള്ളൂ. 100 ദിവസം കൊണ്ട് ഒരു ദിവസം 10,000 പേര് വെച്ച് 1 മില്യൺ ആൾക്കാർ മരിക്കണമെങ്കിൽ 100 ദിവസം കൊണ്ട് തീർന്നു. അവരെയൊക്കെ ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു മാന്തി എടുത്തുകൊണ്ടിരിക്കുന്നത് അസ്ഥികൂടങ്ങളെ. ഒരു ഹുട്ടു ആയിട്ടുള്ള ചെറുപ്പക്കാരൻ ഇവളോട് കല്യാണം കഴിക്കാനായിട്ട് വിവാഹത്തിന് അഭ്യർത്ഥന നടത്തി. ഇവള് നിരസിച്ചു. അപ്പോൾ ഇവൻ്റെ ഉള്ളിൽ ദേഷ്യം ഉണ്ടായിരുന്നു. ജനസീഡ് നടന്ന സമയത്ത് ഇവളെ കൊന്ന് അവളുടെ ഹൃദയം എടുത്ത് വേവിച്ച് കഴിച്ചു. ഒരു 500 പേരെ വെട്ടുന്നതിനകത്ത് 1-2 ഒക്കെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ഇങ്ങനെ രക്ഷപ്പെട്ടു പോയ ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. അവരാണ് നമ്മളോട് ഈ കഥ എന്ന് പറയുന്നത്. അവരാണ് നമ്മളോട് കഥ പറയുന്നത്. അവരുമായിട്ടാണ് നമ്മുടെ ജീവിതം താരതമ്യപ്പെടുത്തുന്നത്. അപ്പം നമുക്കെന്താ ഉണ്ടായിരിക്കുന്നത്? നമുക്കൊന്നുമില്ല. അപ്പോൾ അങ്ങേർക്ക് തന്നെ വലിയ തൃപ്തിയായി. അപ്പോൾ അങ്ങേര് എന്നെ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഫൈനാൻഷ്യൽ കൺട്രോളറായിട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഗോമയിൽ അന്ന് ഭരണമില്ല. ഗോമ ഒരു റിബൽ കൺട്രോൾഡ് ഏരിയ ആണ്. കോങ്കോയുടെ ഏതാണ്ട് 40% സ്ഥലങ്ങൾ മാത്രമേ അന്ന് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലുള്ളൂ. പട്ടാളക്കാർ $100 തോക്ക് വൈകുന്നേരം വാടകയ്ക്ക് കൊടുക്കും. പിറ്റേ ദിവസം കാലത്തെ തോക്ക് തിരിച്ചുകൊണ്ട് കൊടുക്കണം, $100 കൊടുക്കണം. ആ തോക്ക് കൊണ്ട് അവർ എന്ത് ചെയ്തു എന്നുള്ളതിന് അവർക്ക് പ്രശ്നമല്ല. ആരെങ്കിലും പേടിപ്പിച്ചോ എങ്ങനെയെങ്കിലും പൈസ വാങ്ങിക്കാം.